ജിന്റു, നീ എന്തിനാ അവനെ വെറുതെ ശല്യം ചെയ്യുന്നേ? മന്ത്രശക്തി മിസ്യൂസ് ചെയ്താ അത് നല്ല കാര്യമൊന്നുമല്ല. അവൻ എന്നും വന്ന് നമ്മുടെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് മാത്രം നല്ലതല്ല. ഇന്ന് അവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. അവരുടെ പട്ടത്തിന് നൂലുണ്ടല്ലോ. അല്ല, ചുൾബുളുതേ ടെറസിൽ തന്നെ ഉണ്ടല്ലോ. ആന്റി, ഇവൻ പറയായിരുന്നു ചുൾബുൾ പട്ടത്തിന്റെ നൂലിൽ കുടുങ്ങി ആകാശത്തൂടെ പറക്കാന്ന്. ഇവനും നൂലിൽ കുരുങ്ങി ആകാശത്ത് പോയത്രേ. എന്തൊക്കെയാണോ പറയുന്നത് എനിക്കറിയില്ല. അവൻ അവിടെ ഇരുന്ന് ഉറങ്ങായിരുന്നു. അവൻ ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും. വണ്ടി, നീ എന്തിനാ വെറുതെ എന്റെ സമയം കളഞ്ഞത്? ചെവിയിൽ നുള്ളിക്കോ, എന്നിട്ട് താഴേക്ക് വന്ന് ഏത്തോട്. പട്ടത്തിന്റെ നൂലിൽ കുരുങ്ങി ആരെങ്കിലും ആകാശത്തേക്ക് പോകും. ഞാൻ പറയുന്നത് സത്യാണ്. ഞാൻ സത്യാണ് പറയുന്നത്. എന്താടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? നീ താഴേക്ക് വാ, ഇന്ന് നിന്റെ ചെവി ഞാൻ മുറിച്ചു കളയുന്നുണ്ട്. നിന്റെ മന്ത്രശക്തി നീ ആരെയും ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കേ ബോസ്. മുന്നു, നിനക്ക് നാണമില്ലേ എന്റെ പട്ടം എടുത്തോണ്ട് കറങ്ങി നടക്കാൻ? ഇത് എന്റെ പട്ടമാണ്. ഇത് എനിക്ക് എന്റെ അച്ഛൻ വാങ്ങിത്തന്നതാണ്. പറഞ്ഞു കൊടുക്കടേ, ഈ പട്ടം ആരുടെയാന്ന്? ഇത് നിന്റെ അല്ലേ? അതിക്ക് തടാ. വീർ, നമുക്ക് മുന്നോട്ട് പോയി സഹായിക്കാം. എന്ത് പറ്റി മുന്നു? നീ എന്തിനാ കരയുന്നേ? എന്റെ അച്ഛൻ എനിക്ക് 10 പട്ടങ്ങൾ വാങ്ങിച്ചു. എല്ലാ വണ്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയി. നീ വിഷമിക്കാതെ ഇരിക്കേ. ഞാനൊരു പട്ടം പറത്തി എല്ലാ പട്ടങ്ങളെയും പൊട്ടിക്കും. എന്നിട്ട് നിനക്ക് പട്ടം കൊണ്ടുവരും. സത്യമാണോ വീ? അതെ, സത്യമാണ്. വരൂ എന്റെ കൂടെ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവല്ലോ ജിൻഡു. നീ എന്തിനാ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്? ബോസ്, എന്താണ് ചെയ്യേണ്ടത് പറയൂ. ഞാനിപ്പോ ആ ബണ്ടിന്റെ അവന്റെ കൂട്ടുകാരന്റെ പട്ടം പൊട്ടിക്കാൻ പോവാ. നീ എന്റെ പട്ടവും അവന്റെ പട്ടവും കൂട്ടിക്കെട്ടണം. എന്നിട്ട് ഞാൻ എല്ലാ പട്ടവും താഴെ കൊണ്ടുവരും. പിന്നെ അതെല്ലാം മുന്നൂന് കൊടുക്കും. വീർ, വരൂ, ഒരു കൈ നോക്കിയാലോ? പിന്നെന്താ? എന്റെ പട്ടം പൊട്ടിക്കുന്നത് പിടിയില്ല. ആന്റി, ഈ അടുത്ത് മോഷണം നടന്ന വീട്ടിലൊക്കെ ഈ തത്ത വന്നിരുന്നോ? ആ കാര്യം ആന്റിക്ക് അറിയോ? വീർ, ഒരു തത്തമ്മ എങ്ങനെയാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നത്? അതെ വീർ, മോഷണം പോയ 2-3 വീട്ടുകാരുടെ കാര്യം എനിക്കറിയാം. അവിടെയും അന്ന് രാത്രി ഈ തത്തയുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോ കാണാതാവുകയും ചെയ്തു. പക്ഷേ ഒരു തത്തയ്ക്ക് എങ്ങനെ മോഷണം നടത്താൻ പറ്റും? ഇംലി, നീ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടോ. പക്ഷെ രാത്രി ഇതിനെ ശ്രദ്ധിക്കണം. ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിച്ച് പറയണം. ശരി വീർ. നിങ്ങൾ പോയിക്കോളൂ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ വീർ, ആദ്യം നിന്റെ സർവീസിങ് അങ്ങ് ചെയ്തേക്കാം. ഇന്ന് വീറിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ പുറത്താക്കും. മമ്മി, വീർ, വീർ, എവിടെയാ നീ? എവിടെയാന്ന്? നോക്ക് നോക്ക് അച്ഛാ, അച്ഛൻ തന്നെ സ്വയം നോക്ക്. വേഗം നോക്ക്. നിങ്ങൾ എന്താണ് സാർ ഈ ചെയ്യുന്നത്? വണ്ടി, നീ പറഞ്ഞ മെഷീൻ എവിടെ? എപ്പം നോക്കിയാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തവണ ഞാൻ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാ. ഒരു മിനിറ്റ്. ദേ കണ്ടില്ലേ? അത് ആ ക്ലിപ്പ് ഇത് എവിടെ പോയി? ഞാൻ ഷൂട്ട് ചെയ്താണല്ലോ. നീ ചെവിക്ക് പിടിച്ച് നേരെ വീട്ടിലോട്ട് വാ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ആ ഫോണിലുണ്ടായിരുന്ന ക്ലിപ്പ് എവിടെ പോയെന്ന്. മമ്മി, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് കേക്കാം. മമ്മി, ഞാനിപ്പോ എന്ത് സത്യ പറഞ്ഞത്? മമ്മി, നമ്മളിവിടെ എന്തിനു വന്നതാ? നീ വീട്ടിലോട്ട് വാടാ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്.
മോശം ശരിയാണ്. ഈ തത്തമ്മയാണ് കള്ളൻ. വേഗം വന്ന് കൈ പോയത് ഞാൻ കരുതിയത് ആ കള്ളനായ ടാക്സി ഡ്രൈവറെ പിടിക്കാൻ വീറിനെ ഇവിടെ അയക്കാമെന്നാണ്. എന്നിട്ടിപ്പോ അവനെ കാണാനുമില്ല. എവിടെ പോയി കിടക്കുവാണോ എന്തോ. എന്നാ ശരി, ഞാൻ തന്നെ എമിലിയുടെ അങ്കിളിനെയും കൂട്ടി എയർപോർട്ടിൽ പോയി ആ ടാക്സി ഡ്രൈവറെ പിടിച്ചേക്കാം. ജിൻഡു, നീ എന്റെ അപ്പൂപ്പന്റെ വേഷം കിട്ട്. പിന്നെ എന്നെയും ഇംഗ്ലീഷ്കാരെ പിള്ളേരെ പോലെ ആക്ക്. ചുൽബുൾ, നീ ഇവിടെ തന്നെ നിന്നോ. ജിൻഡു, അങ്കിളിന്റെ സാധനങ്ങൾ മോഷ്ടിച്ച ആ ടാക്സി ഡ്രൈവറിനെ നമുക്കൊന്ന് അന്വേഷിക്കാം. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ ജിൻഡു ചേട്ടൻ. വീർ, എംലി, നിങ്ങൾ രണ്ടുപേരും എന്തു കോലത്തിലായി നടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആ എമിലിയുടെ അങ്കിൾ ഇവിടെ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു? നിനക്ക് ഒരു പണി പോലും മര്യാദക്ക് ചെയ്യാൻ അറിയില്ലേ? മുതിർന്നവരോട് ഇങ്ങനെയാണോ വീർ നീ സംസാരിക്കുന്നത്? വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വേഗം നിന്റെ വിരലിഞ്ഞൊടിച്ച് അയാളെ തിരിച്ചയക്കേ ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. എംലി, നീ കണ്ടില്ലേ ഇത്? ഇവന്റെ അപ്പൂപ്പനോട് എങ്ങനെയാ സംസാരിച്ചതെന്ന് നീ കണ്ടില്ലേ? ഈ വീട്ടിലോട്ട് വാ, എന്നിട്ട് നിന്നോട് ഞാൻ സംസാരിക്കാൻ ബാക്കി. നീ അപ്പൂപ്പന്റെ നാടകം ഒന്ന് നിർത്ത്, എന്നിട്ട് വേഗം എന്റെ അങ്കിളെ തിരിച്ചയക്കേ. നീ ഇപ്പൊ അവനെ പോലെ ആണല്ലോ മോളെ സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇതെന്താണ് പറ്റിയത്? നിങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? എത്ര നേരമായി ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. അപ്പൂപ്പ എന്നെ വിട്ടിട്ട് പോകരുത്. ഇവർ എന്നെ വീണ്ടും കൊള്ളയടിക്കും. അപ്പൂപ്പ, എന്റെ പുറകെ എന്തിനാ ഇങ്ങനെ വരുന്നത്? എനിക്ക് തന്നെ അറിയത്ത് പോലുമില്ല. ഒന്ന് പോടോ. വീർ, ദേ കണ്ടോ, ഇയാളെന്റെ പിന്നാലെ കൂടിയിരിക്കുക. അല്ല, ഇതാരാ? എന്നെ പോലെ തന്നെ ഒരാൾ ഇവിടെ അപ്പൂപ്പന്റെ കൂടെ വരാ. അപ്പൂപ്പ, ഞാൻ സരികയെ ഭൂതങ്ങളുടെ അടുത്തുനിന്ന് രക്ഷിക്കാം. നല്ല ധൈര്യശാലിയാണ് വീർ. ഞാനും ഭയങ്കര ഒരു ധൈര്യശാലിയൊക്കെ തന്നെയാ. ഭൂതങ്ങളും പ്രേതങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷിച്ചോണ്ട് വരും. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. വരൂ, എല്ലാവർക്കും അങ്ങോട്ട് പോകാം. പിന്നെ ആരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, നഗരം മുഴുവൻ നമ്മൾ തലയില്ലാത്ത ഭൂതത്തിന്റെ വാർത്ത പരത്തിയിരിക്കുകയാണ്. അത് കാരണം ആളുകളുടെ മനസ്സിൽ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ആരും ഇവിടേക്ക് വരാറില്ല. പക്ഷെ എന്നിട്ടും ഇവർ ഇവിടം വരെ എത്തിയെങ്കിൽ നമ്മുടെ മോഷണ വസ്തുക്കൾ നമ്മളിനി ഇവിടെ ഒളിപ്പിക്കാൻ പാടില്ല. ഒരു ഐഡിയ ഉണ്ട് ബോസേ. നമുക്ക് നമ്മുടെ ഭൂതത്തിന്റെ നാടകം അങ്ങ് തുടങ്ങിയാലോ? നമുക്കിവിടെ നേരെ ചെന്ന് ഭൂതത്തിന്റെ വേഷം കിട്ടി അവരെ പേടിപ്പിച്ച് ഓടിക്കാം. ശരി, എങ്കിൽ തുടങ്ങിക്കോളൂ. എല്ലാവരും അവരവരുടെ വേഷമണിഞ്ഞോളൂ. എന്നിട്ട് ഇവരെല്ലാം പേടിപ്പിച്ചിവിടുന്ന് ഓടിക്കുക. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേഗം നിങ്ങൾ റെഡിയാവ്. നമ്മൾ ഭൂതങ്ങളല്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായാലുണ്ടല്ലോ, പിന്നെ നമ്മൾ ഈ സ്ഥലം വിട്ട് വേറെ എവിടേക്കെങ്കിലും പോവേണ്ടി വരും. അതെ, നിങ്ങൾ ഈ സ്ഥലമെല്ലാം ഉപേക്ഷിച്ച് ജയിലിലേക്കാണ് പോകാൻ പോകുന്നത്. ഇയാളെ കൂടെ പിടിച്ച് ആ പെൺകുട്ടിയുടെ കൂട്ടിയിട്. അത് കണ്ടോ, മുത്തശ്ശിന് പ്രാവായിരിക്കുകയാണ്. അപ്പൂപ്പനെ ആർക്കും പ്രാവൊന്നും ആക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കേ, ഞാൻ അകത്തേക്ക് പോവാം. അല്ലല്ല, നീയല്ല പോവേണ്ടത്. ഞാനാണ് ആദ്യം അകത്തോട്ട് പോകുന്നത്. ശരി, രണ്ടുപേർക്കും അകത്തേക്ക് പോവാം. നീ മുന്നിലൂടെ പോയിക്കോ, ഞാൻ പിന്നിക്കൂടെ വരാം. എന്നാ പിന്നെ ഞാൻ ലെഫ്റ്റും റൈറ്റും പൊസിഷൻ കവർ ചെയ്യാം. ഗുഡ് ബോയ്. സമയം എന്തായി മോനെ?